ഹായ് കൂട്ടുകാരെ, പഴുത്ത മത്തം കൊണ്ടൊരു എരിശ്ശേരിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വയ്ക്കുന്ന രീതി. മത്തം കൊണ്ട് പല കറികളും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഓലൻ, വൻപയർ ചേർത്തിട്ടുള്ള ഓലൻ, മത്തം കൊണ്ടുള്ള മോര് കറി, എരിശ്ശേരി, കൂട്ടുകറിയും വെക്കാറുണ്ട് ഞാൻ. ചേനയും കുമ്പളങ്ങയും മത്തനും കൂടി കൂട്ടിയിട്ട്, കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറിയായി വെക്കുന്നതാണെങ്കിലും മധുരക്കറിയും ഇഷ്ടമാണ്. നല്ലോണം പഴുത്ത് വളഞ്ഞ മത്തനായിരിക്കണം ഈ കറിക്ക് എടുക്കേണ്ടത്. നല്ല ബലമാണ് ഇതിൻ്റെ തോടിന്. ഇത് ഞാൻ തോലെല്ലാം കളഞ്ഞിതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അടുപ്പത്താണ് വെച്ചെടുക്കുന്നത്, എൻ്റെ കൽച്ചട്ടിയിൽ. വെള്ളം മുങ്ങാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഈ വെള്ളത്തിൽ. അതിനുശേഷം ഈ വെള്ളം ഒന്നിങ്ങോട്ട് തിളച്ച് വരണം. അപ്പോഴാണ് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കഷ്ണം വേഗം വെന്ത് കിട്ടും, അടിയിൽ പിടിക്കുകയുമില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിലിടാൻ മറക്കരുതേ. അതിനുശേഷം ഇത് നല്ല പോലെ ഇളക്കിയിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അരപ്പിനായിട്ട് നാളികേരവും ജീരകവും ഒരച്ച് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ശർക്കര അരയ്ക്കുന്നതിൽ കൂട്ടില്ല, ഈ കറിയിലാണ് ഇടാൻ പോകുന്നത്. നാളികേരവും ജീരകവും അമ്മിക്കല്ലിലാണ് ഞാൻ അരച്ചുരുട്ടാൻ പോകുന്നത്. ശർക്കര അതിനൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അമ്മിക്കല്ലിൽ അരച്ചുരുട്ടിയ നാളികേരവും ജീരകവും. ഒരുപാടൊന്നും അരയണ്ട, ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്വാദുണ്ടാവുകയില്ല. ഇപ്പം കറി ഇങ്ങനൊരു പരുവായി കൊഴുത്തു വന്നിട്ടുണ്ട്. വെന്ത് ഉടയണം കഷ്ണങ്ങൾ, അപ്പോഴേ ഉള്ളൂ ഒരു സ്വാദ്. വറുത്തിടുന്നതിനായിട്ട് ഞാനൊരു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പകർന്നു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും, ഒരു അരമുറിയോളം നാളികേരം, നല്ലപോലെ നാളികേരം വേണം, പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും. ഇത് നല്ലപോലെ മൊരിഞ്ഞു വരണം. നല്ല ബ്രൗൺ നിറത്തിലിങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. അപ്പോൾ അതിൻ്റെ മണം നമുക്കിങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും. ഈ ഒരു പരുവത്തിൽ കറിയിലേക്കത് കൊട്ടിക്കൊടുക്കുക. കറി റെഡി.